അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൻ. കാസർഗോഡുള്ള ജസീല എന്ന പേരുള്ള 24 വയസ്സുള്ള യുവതി, അവർക്കെതിരെ എന്തൊക്കെയോ മോഷണ ആരോപണങ്ങൾ വന്ന് ഒടുവിൽ മാനസികമായിട്ട് വളരെ വലിയ പ്രയാസത്തിലായിട്ട് ജീവനൊടുക്കിയൊരു വാർത്തയുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയോ ഒരുപാട് ദുരൂഹതകൾ അതിലുണ്ട്. നമ്മൾ മാധ്യമങ്ങളിൽ കണ്ട വാർത്തകൾക്കപ്പുറം അതിൻ്റെ പിന്നിൽ വേറെ എന്തൊക്കെയോ ചില ഹിഡൻ സ്റ്റോറീസ് ഉണ്ട്. അതായത് ഈ ഒരു മരണപ്പെട്ട ജസീലയുടെ ഉമ്മ മുംതാസ് പറയുന്നത്, ഇവരുടെയും ജസീല എന്ന പേരുള്ള ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. 4 വർഷമായിട്ട് ഈ സ്ത്രീ സ്വന്തം വീട്ടിൽ ഉമ്മാടൊപ്പമാണ് താമസിക്കുന്നത്. ഇവളെന്തോ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്, ജസീല എന്തോ പഠിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ പഠിക്കാൻ പോകുന്നതിനിടെ അഫ്രീദ് എന്ന പേരുള്ള ഒരാളുമായിട്ട് സൗഹൃദത്തിലായി. ഈ ആൾക്കും ഇവർ രണ്ടുപേരും കൂടി ഒരു ഫാൻസി കട തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി ഇട്ടു. ആ പദ്ധതി ഇട്ടതിൽ പ്രകാരം 2 പവൻ സ്വർണ്ണാഭരണം അഫ്രീദിന് ആര് കൊടുത്തത്രേ? ഈ ജസീല കൊടുത്തു. അത് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. അതൊക്കെ ഈ ഉമ്മ പറയുന്നതാണ്, ഈ ജസീലയുടെ ഉമ്മ മുംതാസ് പറയുന്നതാണ്. അങ്ങനെ ഈ അഫ്രീദിൻ്റെ വീട്ടിലൊരു കല്യാണം എന്തോ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അഫ്രീദിൻ്റെ ഉമ്മയുടെ സ്വർണ്ണാഭരണം പോയി എന്നൊരു പരാതി വന്നു. അതൊരു വലിയ ഒരളവിലുള്ള സ്വർണ്ണാഭരണമാണ്. അത് ജസീല എടുത്തു എന്നതായിരുന്നു ആരോപണം. ആ ആരോപണം പറഞ്ഞിട്ട് ഈ വീട്ടിൽ വന്ന് ബഹളം വെച്ചത് ഭർത്താവിൻ്റെ വീട്ടുകാരും ഈ അഫ്രീദിൻ്റെ വീട്ടുകാരും കൂടി ചേർന്നിട്ടാണ്. ഇവർക്ക് വലിയ മാനസിക വിഷമം ഉണ്ടാക്കി. പലരും പറയുന്നത് ഈ കൊടുത്ത സ്വർണം തിരിച്ച് ചോദിക്കാൻ നേരത്താണ് ഇങ്ങനെ ഒരു മോഷണ കഥ പറഞ്ഞു വരുന്നത്. അതോടൊപ്പം ഇവരെ ഭർത്താവ് ഗൾഫിലാണ്. ആരുടെ? ജസീലയുടെ ഭർത്താവ് ഗൾഫിലാണ്. ഗൾഫിലുള്ള ഭർത്താവിന് എൻ്റെ കയ്യിൽ തൻ്റെ ഭാര്യയുടെ സ്വകാര്യ ചിത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തൊക്കെ ഉണ്ടായി. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉള്ളിലുണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നൊരു വിവരങ്ങൾ. ഇതൊരു സാധാരണ മോഷണ ആരോപണം മാത്രമല്ല, ആ സ്വർണ്ണാഭരണവുമായിട്ട് മോഷണവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു തരത്തിലും ബന്ധമില്ല. 2 ചെറിയ മക്കളുടെ മുന്നിൽ നിരപരാധിത്വം വെളിവാക്കാൻ ഒരു മാർഗവുമില്ലാതെയാണ് ആ ഉമ്മ ജസീൽ ജീവൻ ഒടുക്കിയത്. ഇനി അവരെടുത്തോ ഇല്ലേ എന്നുള്ള പോലീസിന് അന്വേഷണത്തിൽ മനസ്സിലായ ഒരു കാര്യം, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അവരെടുത്തതായിട്ട് തെളിവില്ല എന്നുള്ളതാണ്. ഈ വിഷയം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണത്തിൽ ഇതങ്ങനെ എടുത്തതായിട്ട് തെളിഞ്ഞിട്ടില്ല. പിന്നെ എല്ലാവരും കൂടി, ഭർത്താവിൻ്റെ വീട്ടുകാരും കൂടി കൈവിട്ടു. പിന്നെ ഇവരെന്തോ കോഴിക്കോട് പോയിട്ട് ആരുടെയൊക്കെ കൂടെ താമസിച്ചു, സ്വകാര്യ ചിത്രങ്ങളുണ്ട്, ഈ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ വന്നു. സഹി കെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ജീവനൊടുക്കന്നെ. ഇവരങ്ങനെ ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് തെളിഞ്ഞിട്ട് പോരെ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നമ്മൾ കേൾക്കാത്ത പല സൗഹൃദങ്ങളും പല കഥകളും ഉണ്ടായിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഇഷ്ടം പോലെയുള്ളൊരു കേസാണ്. ആണുങ്ങളുമായിട്ട് സൗഹൃദം ഉണ്ടാവുക, അവർക്ക് സ്വർണം കൊടുക്കുക. ഈ അടുത്തൊരു വലിയ ഇതിലൊക്കെ യൂട്യൂബിലൊക്കെ സ്വലാത്തും ദിക്റൊക്കെ പതിവാക്കിയിട്ട് അതൊക്കെ നടത്തുന്ന വലിയൊരു ഉസ്താദ്, ആ ഉസ്താദ് ഇതുപോലെ അത്രയും വിശ്വാസമുള്ള ആളായിരിക്കും ഉസ്താദ്. ഒരു സ്ത്രീയോട് പറഞ്ഞു ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഒരു സ്വർണം കടന്നു വരുമെന്ന് വെച്ച് ഈ സ്ത്രീ എടുത്തു കൊടുക്കുകയാണ്. ഈ സ്ത്രീ ഒരാളോടും പറയാതെ സ്വർണം കൊടുത്തിട്ട് ഇയാൾ പിന്നെ തിരിച്ചു കൊടുക്കണില്ല. അങ്ങനെ പോലീസിൽ പരാതിപ്പെട്ട് എനിക്കിടക്കിടക്ക് വിളിക്കും. എന്തിനാ സങ്കടം പറയാനാണ് വിളിക്കണം. ഞാൻ പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ പത്രസമ്മേളനം നടത്തിയിട്ട് ആ മൊയ്ലിയുടെ പേര് പറയും. ഞാനായിട്ട് ഞാൻ പറയൂല, എനിക്കറിയാം ആരാണ് മൊയ്ലിയേരി എന്നുള്ളതൊക്കെ. വിശ്വസിച്ചിട്ട് കൊടുത്ത സ്വർണ്ണമാണ്. കുറച്ച് ഭാഗം തിരിച്ചു കൊടുത്ത് ബാക്കി തെറി. ആളുകളുടെ മുന്നിൽ ഹബീബായ റസൂലുള്ളാഹിനെ കുറിച്ച് മദ്ഹ് പറയുന്ന, സ്വലാത്ത് ചൊല്ലിക്കുന്ന ഈ മൊയ്ലിയേരി, എപ്പോഴെപ്പോഴും ഏർവാടിയിലേക്ക് കൊണ്ടുപോകണ ഈ മൊയ്ലിയേരി, ഈ പെണ്ണിനെ വിളിച്ച പച്ച തെറി എൻ്റെ ഫോണിലുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വിശ്വസിക്കുക? ഇതൊക്കെ മനുഷ്യരാണോ? നിങ്ങൾ ഒരു തരത്തിൽ എന്ത് സൗഹൃദങ്ങളുണ്ടെങ്കിലും ആണുങ്ങൾക്ക് സ്വർണം കൊടുത്ത്, അത് ഏത് മുത്തക്കിയാണെന്ന് പറഞ്ഞ് കോല കിട്ടി നടക്കുന്നവനാണെങ്കിലും കൊടുത്തു പോകരുത്. സ്വർണ്ണമാണ്, നല്ല വിലയുണ്ട്. മനുഷ്യന്മാരെ സ്വഭാവം അറിയണമെങ്കിൽ പണമിടപാട് നടത്തണം. അതോടുകൂടി വേഷം കെട്ടലൊക്കെ പോവും, ഉള്ളിലുള്ള യഥാർത്ഥ മൃഗം പുറത്തു വരും. അപ്പോൾ ഇവരിങ്ങനെ ഒരു സ്വർണ്ണാഭരണം കൊടുത്തൊരു കഥയൊന്നും നേരത്തെ പുറത്ത് വന്നിരുന്നില്ല. അതിൻ്റെ ഹക്ക് എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും ഒരു സ്വർണം പോകാതെ വീട്ടുകാരങ്ങനെ പരാതിയും പറയില്ല. ഞാനിപ്പോൾ ഈ വീട്ടുകാരെയും ഞാൻ കുറ്റപ്പെടുത്താനൊന്നും ഇല്ല കേട്ടോ. നമ്മളിതിൻ്റെ കേൾക്കുന്നൊരു വിവരം ഇപ്പോൾ ഈ ഒരു ജസീലയുടെ ഉമ്മ മാധ്യമങ്ങൾക്ക് പങ്കുവച്ചൊരു വിവരമാണ് നമുക്കറിയുന്നത്. ഇനി ആ ഒരു പരാതിക്കാരൻ കഥ അഫ്രീദിനും അവരുടെ വീട്ടുകാർക്കും പറയാനുള്ള കാര്യം നമ്മൾ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനുമില്ല, ആരെയും രക്ഷപ്പെടുത്താനുമില്ല. പക്ഷേ ഈ ഒരു സ്ത്രീയുടെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ അവരൊരു നിരപരാധിയാണ്, അവരുടെ ഭാഗത്തൊരു ന്യായമുണ്ട് എന്നൊരു തോന്നൽ. ഇപ്പം ഇന്നലെ ആരോ കമൻറ്റ് ഇട്ടിരുന്നു, മാഷ് പറയുന്ന കാര്യം ശരിയല്ല, മാഷിക്ക് അറിയാഞ്ഞിട്ടാണ്, ഫുള്ള് കാര്യം അറിയുന്ന ഒരാൾ പടച്ച റബ്ബ് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ത് പറയുമ്പോഴും അതിനൊരു ഭാഗവും മറുഭാഗം ഫുള്ളായിട്ട് ആർക്കും കിട്ടൂലല്ലോ. അപ്പോൾ നമുക്കിതിനെക്കുറിച്ചിട്ട് മാധ്യമങ്ങളിൽ നിന്നും നമ്മുടെ അന്വേഷണത്തിലൊക്കെ മനസ്സിലായ ഒരു കാര്യം, ഇതിൻ്റെ പിന്നിൽ പുറത്തു വരാത്ത ഒരുപാട് സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറിയുടെ ഒരു ഭാഗമാണ് ഇവരിങ്ങനെ 2 പവൻ സ്വർണ്ണാഭരണം ജസീല ആർക്ക് കൊടുത്തിരുന്നു? ആഫ്രീദിന് കൊടുത്തിരുന്നു എന്ന് പറയുന്നത്. ഇവരെ തന്നെ സംശയിക്കാൻ മാത്രം എന്താണ് കാരണം?
ഇതിനൊരു കാരണം ഉണ്ടാവില്ലേ? എൻ്റെ ഹക്ക് എന്താണെന്നുള്ളത് പോലീസാണ് ഇനി കണ്ടെത്തേണ്ടത്. ഇത് ശരിക്കും, കാരണം ആ 2 കുട്ടികളുണ്ട്. നമ്മൾ എന്തൊരു വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കേണ്ടുന്ന ആളുകൾ നിന്നില്ലെങ്കിൽ നമ്മൾ കൈവിട്ടു പോകും. കഴിഞ്ഞ ഫെബ്രുവരി 15-നാണ് ഇവർ ഇത് കഴിച്ചത്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്, റമദാൻ മാസത്തിലാണ് ഇവർ മരണത്തിന് കീഴടങ്ങി. നമ്മൾ പ്രാർത്ഥിക്കുക, അള്ളാഹു അവരുടെ കബറിടം സന്തോഷത്തിലാക്കട്ടെ. പക്ഷേ ഇതിൽ നീതി കിട്ടേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരാളെ കുറിച്ചിട്ട് വ്യക്തമായിട്ടൊരു ആരോപണം പറഞ്ഞിട്ട് ഇതിൽ പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ തെളിവുകൾ വേണം. ഞാൻ ഇപ്പോൾ എൻ്റെ നാടിനടുത്ത് കൽപ്പകഞ്ചേരിയിൽ ഞാൻ സംഭവം പറയാം. കൽപ്പകഞ്ചേരിയിൽ ഒരു പെൺകുട്ടിയുടെ വിവാഹം മുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ട് വിവാഹം മുടങ്ങുന്ന കാരണം വീട്ടുകാർ അന്വേഷിക്കുമ്പോഴാണ് ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് നടത്തിയ ചാറ്റിംഗ് ആണ് വിവാഹം മുടങ്ങാൻ കാരണം. അപ്പോൾ ഇൻസ്റ്റ ആരുടെ നോക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിലത്തെ ഒരു യുവതിയുടെ ഇൻസ്റ്റയിൽ നിന്ന് ഈ പെണ്ണിനെ കുറിച്ച് മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ. ഒടുവിലാണ് ആ ചെക്കൻ്റെ വീട്ടുകാർ വിവാഹം വേണ്ടെന്ന് വെച്ചത്. പിന്നെ ഗംഭീര ബഹളമായി. കാരണം ഒരു പെണ്ണ് വന്നിട്ട്, ഒരു യുവതി വേറൊരു പെൺകുട്ടിയുടെ കല്യാണം മുടക്കാന്ന് പറഞ്ഞ് വീട്ടുകാർ സഹിക്കുമോ? ഈ യുവതി ആകെ അന്തം വിട്ടുപോയി. അവർക്കൊരു ഇൻസ്റ്റ ഉണ്ടെങ്കിലും അവരതങ്ങനെ യൂസ് ചെയ്യലില്ല. നോക്കുമ്പോൾ ഇൻസ്റ്റയിൽ കുറേ നോട്ടിഫിക്കേഷൻ വരികയാണ്. അപ്പോഴാണ് ഈ ഇൻസ്റ്റാ പേജ് വേറൊരാൾ ഹാക്ക് ചെയ്തിട്ട് ഈ പെണ്ണിൻ്റെ കല്യാണം മുടക്കാൻ ചാറ്റുകൾ നടത്തിച്ചതാണ്. ഈ പെണ്ണ് നിസ്സഹായമാണ്, അവർക്കറിയില്ല അവരുടെ ഇൻസ്റ്റാ പേജ് ആരോ ഹാക്ക് ചെയ്താണ്. പക്ഷേ വീട്ടുകാരുടെ മുന്നിലും നാട്ടുകാരുടെ മുന്നിലും ഇവർ കല്യാണം മുടക്കിയായി. ഇവരങ്ങനെ നിയമ പോരാട്ടത്തിന് ഇറങ്ങി പോലീസിൽ പരാതി കൊടുത്തു, മറ്റൊരും പരാതി കൊടുത്ത് പോലീസ് കണ്ടെത്തി ബന്ധുവായൊരു ഒരുത്തൻ ഇവരുടെ ഇൻസ്റ്റാ പേജ് ഹാക്ക് ചെയ്തിട്ട് അതിലൂടെ ഇങ്ങനെ മെസ്സേജ് വിട്ടതാണ്. കാണുമ്പോൾ എന്താ വിചാരിക്കുക, ഈ പെണ്ണാണിത് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ സമയത്ത് നമ്മൾ നമ്മുടെ കൺമുന്നിൽ കണ്ട കാര്യം പോലും എന്തല്ല യാഥാർത്ഥ്യം ആവണമെന്നില്ല. ഇപ്പോൾ ആ കുറ്റവാളിയെ പിടിച്ചിട്ടില്ല, പോലീസ് FIR ഇട്ടിട്ടുണ്ട്. ഇത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരിയിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ് ഞാൻ പറയണത്. അപ്പോൾ ഒരാളുടെ കല്യാണം മുടക്കി എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ, പക്ഷെ അവിടെ ഭർത്താവ് വീട്ടുകാർ കൂടെ നിന്നു കാര്യം മനസ്സിലാക്കിയപ്പോൾ ഇത് കൂടെ നിൽക്കേണ്ട ആളുകൾ പോലും നിന്നില്ലെങ്കിൽ നിസ്സായാവസ്ഥയാണ്. എനിക്ക് ആ സ്ത്രീയുടെ, ജസീലയുടെ കരച്ചിൽ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അത് കാണാൻ തോന്നൂല. അത് നമുക്ക് കാണാനുള്ളൊരു മനക്കെട്ടില്ല. പാവം അവരെല്ലാവരും കൂടിയിട്ട് കള്ളിയാക്കി ചിത്രീകരിക്കുമ്പോൾ ആരും തന്നെ മനസ്സിലാക്കണില്ല എന്ന് കരുതിയപ്പോൾ പിന്നെ ഇതിപ്പോൾ ആ ഒരു മാനസിക നില തെറ്റിയിട്ടായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവട്ടെ. നമ്മൾ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തണ്ട. പക്ഷെ ജീവിച്ചിരിക്കുന്നവരോട് ഒരു കരുണയും കാണിക്കാത്ത മനുഷ്യൻ അള്ളാഹിനോട് അല്ലാഹുമ്മ ഇർഹംനി ദുആർക്കാൻ, നമ്മുടെ ചുറ്റുള്ളവരോട് കരുണ കാണിക്കാതെ നമ്മൾ അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീം, അല്ലാഹുമ്മ ഇർഹംനി യാ കഴിഞ്ഞാൽ എണിച്ചു വന്നിട്ട് അങ്ങനെ ഇതിലെ മരോൾ അങ്ങനെ ആക്കിയില്ല, മറ്റാൾ ഇങ്ങനെ ആക്കിയില്ല, അമ്മയും ഇങ്ങനെ ആക്കിയില്ല. നമ്മൾ നമ്മുടെ ചുറ്റുള്ളവരോട് കരുണ കാണിച്ചിട്ടേ പടച്ചവരോട് കരുണയ്ക്ക് വേണ്ടി ദുആയിരുന്നിട്ട് കാര്യമുള്ളൂ. നമ്മൾ റബ്ബേ എനിക്ക് വയറ് നിറച്ച് ഭക്ഷണം തരണേ, നല്ല ശമ്പളം തരണേ എന്ന് നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പണിക്കുന്നവർക്ക് 5 റുപ്യ കൂട്ടി കൊടുക്കൂല. നമ്മൾ അതൊക്കെ ഭയങ്കര പിശുക്കുക. എന്നിട്ട് നമുക്ക് ശമ്പളം കൂട്ടി കിട്ടാൻ ദുആരിക്കും ചെയ്യും. നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അള്ളാഹ് നോക്കുകയാണ്. ഇതൊരു റിമൈൻഡറാണ് നമ്മൾ എങ്ങനെയാണെന്നുള്ളത്. ആ അല്ലാതെ പടച്ചവനോട് നമ്മൾ ദുആർക്കുമ്പോൾ പടച്ചവൻ്റെ മറുപടിയും കണ്ടെന്ന് നമ്മൾ കേൾക്കാത്ത എന്താണ്? അത് കേൾക്കൂലല്ലോ. അത് നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മൾ കാണിക്കുമ്പോഴേ പടച്ചോണ്ട് തരുള്ളൂ. നമ്മൾ ചുറ്റുള്ളവരോട് കാണിക്കണം. ഈ ഒരു റമദാൻ്റെ ഫസ്റ്റത്തെ 10 നമ്മുടെ പ്രാർത്ഥന തന്നെ എന്താണ്? അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ. ആ റഹ്മത്ത് നമ്മൾ ചുറ്റുള്ളവരോട് കാണിക്കുന്നുണ്ടോ നോക്ക്. ആ റഹ്മത്ത് കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ജസീല ജീവനോടെ ഉണ്ടാകുമായിരുന്നു. എനിക്ക് തോന്നിയത് ഇവരൊരു നിരപരാധിയാണ് എന്നുള്ളതാണ്. സത്യാവസ്ഥ പോലീസ് കണ്ടെത്തട്ടെ. ഇൻഷാ അല്ലാഹ് ഞാനിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, നമ്മൾ റമദാൻ്റെ അത്താഴ സമയത്ത് ഭക്ഷണം വായിൽ വെച്ചിരിക്കുന്ന സമയത്ത് ബാങ്ക് കൊടുത്തു. ബാങ്ക് കൊടുത്തത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഭക്ഷണം ഇറക്കാൻ പാടുണ്ടോ അതോ തുപ്പിക്കളയണോ എന്നുള്ളതാണ് ചോദ്യം. ചില ആൾക്കാർ പറയുന്നുണ്ട് ആ പാത്രത്തിലുള്ള ഭക്ഷണം ഒന്നാകെ തിന്നാലും കുഴപ്പമില്ല, അല്ല വായിലുള്ള ഭക്ഷണം ഇറക്കാൻ കുഴപ്പമില്ല, അത് തുപ്പിക്കളയാൻ വേണ്ടത്. ഇതിലേതാണ് ശരി? അതായത് നമ്മൾ അത്താഴത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് ബാങ്ക് കൊടുത്തത് കേട്ട ഉടനെ വായുള്ള ഭക്ഷണം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് ഇറക്കുക വേണ്ടത്, ബാങ്ക് കൊടുത്ത പാടത് ഒഴിവാക്കുക വേണ്ടത്. അതല്ല ഏതായാലും ബാങ്ക് കൊടുത്തല്ലോ, എന്നാൽ പിന്നെ പാത്രത്തിലുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല. ഇതിലേതാണ് ശരിയെങ്കിൽ ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഇന്നലെ ചോദിച്ചിരുന്നു, റമദാൻ്റെ പകലിൽ ഭാര്യയെ ചുംബിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിയോ എന്നുള്ളത്. ഭാര്യയെ ചുംബിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിയില്ല എന്നുള്ളതാണ് നിയമം. പിന്നെ ഈ ഭാര്യയെ ചുംബിക്കണ ചുംബനൊക്കെ ഏതിൻ്റെ ചുംബനാണ്? സ്നേഹത്തിൻ്റെ ചുംബനാണ്, വാത്സല്യത്തിൻ്റെ ചുംബനാണ്. പിന്നെ അത്ര വലിയ കാമാർത്ഥമായ ചുംബനം ഉണ്ടെങ്കിൽ രാത്രി നടത്തിയാൽ പോരെ. റമദാൻ്റെ പകൽ അത്തരം ആക്ടിവിറ്റീസുകളൊക്കെ ഒഴിവാക്കുക. പല ആളുകളുമായി ആൻസർ എഴുതിയിരുന്ന ഒരുപാട് അഭിനന്ദനങ്ങൾ. എല്ലാവരും ആ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. ഇത്തരം വിഷയങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സ്വാഭാവികമാട്ടോ. പണ്ഡിതന്മാർക്ക് ഇതൊക്കെ വ്യത്യസ്ത ചർച്ചകളായതുകൊണ്ടേ ഏതെങ്കിലും ഒരാളെ ഉത്തരം നോക്കിയിട്ട് ഞാൻ ശരിയല്ല എന്നോ ഒന്നും ഞാൻ പറയില്ല. കാരണം ഇതിലൊക്കെ വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള കാര്യമാണ്. അപ്പോൾ ഓക്കെ, നിങ്ങൾ ഈ ചോദ്യത്തിന് ഞാൻ പറഞ്ഞില്ല നേരത്തെ അത്താഴ സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇറക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.